ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി സ്വർണയും കേജ്രിവാളിനെയും അറസ്റ്റ് ചെയ്യുക വഴി ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനങ്ങളെ പരിപൂർണമായി തകർക്കാനുള്ള നീക്കമാണ് BJP ഗവൺമെൻറ് നടത്തുന്നത്. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് യാതൊരു ന്യായീകരണവുമില്ല, ഒരു നീതീകരണവും അക്കാര്യത്തിലില്ല. നരേന്ദ്രമോദി തന്നെ എതിർക്കുന്ന മുഴുവൻ ആളുകളെയും, BJPയെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷികളെയും നേതാക്കന്മാരെയും അടിച്ചമർത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളി മാത്രമല്ല, ജനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. കേജ്രിവാൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ 2ാം തവണയാണ് അധികാരത്തിൽ വന്നത്, പഞ്ചാബിൽ അധികാരത്തിൽ വന്നു. ഇന്ത്യയിലുടനീളം ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ആ കക്ഷി ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായി മാറിയപ്പോഴാണ് ഈ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട പീഡന നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യം അപകടത്തിലായിരിക്കുന്നു. ജനാധിപത്യത്തെയും പൗരാവകാശങ്ങളെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്തുന്ന ഒരു നിലപാടായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഇന്ന് രാജ്യത്തിൻ്റെ ചിത്രം പരിശോധിച്ചാൽ പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ അടിച്ചമർത്തുന്ന നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തെ എങ്ങനെയെല്ലാം അടിച്ചമർത്താം, എങ്ങനെയെല്ലാം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന ഗവേഷണമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അക്കൗണ്ടുകൾ അങ്ങനെ മരവിപ്പിക്കാൻ പാടില്ലാത്തതാണ്. 2019 ഏതോ കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുന്നു. അപ്പീലിന് പോകുമ്പോൾ അത് കോടതി പോകാൻ പറയുന്നു. കോടതി തീരുമാനമെടുക്കാൻ സ്വാഭാവികമായി കാലതാമസം ഉണ്ടാകുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നത്? എങ്ങനെ ഞങ്ങൾ മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കും? സ്ഥാനാർത്ഥികൾക്ക് പാർട്ടി നൽകുന്ന സഹായം എങ്ങനെ എത്തിക്കും? അപ്പോൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ നൽകേണ്ടത് അനിവാര്യമാണ്. ആ സാധാരണ സ്വീകരിച്ചു വരുന്ന ആ സാഹചര്യം പോലും ഒഴിവാക്കിക്കൊണ്ട് BJP അടിച്ചമർത്തൽ നയം നടത്തുകയാണ്. കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു, യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അതിൻ്റെ അർത്ഥം പാർട്ടി ഒരു രൂപ പോലും തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതേസമയം ഭരണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ BJP ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുകയാണ്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമായതുകൊണ്ട് കോർപ്പറേറ്റുകൾ വൻതോതിൽ അവരെ സഹായിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിക്കും പ്രതിപക്ഷത്തിനും തമ്മിലില്ല. പ്രതിപക്ഷ നേതാക്കന്മാരെ കേജ്രിവാളിനെ പോലെയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന, ജനങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ ജയിലിലടയ്ക്കുക, പാർട്ടിയുടെ ഫണ്ടുകൾ മരവിപ്പിക്കുക. എങ്ങനെ ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും? എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈ ഒരു അവസ്ഥാവിശേഷം ഒരു കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. ഇത് അടിച്ചമർത്തൽ നയമാണ്. ജനാധിപത്യത്തെ പരിപൂർണമായി ദുർബലപ്പെടുത്തുന്ന നീക്കമാണിത്. അപ്പോൾ മോഡി ഇനിയും വീണ്ടും അധികാരത്തിൽ വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അതിഭീകരമായ ഒരവസ്ഥയുടെ തുടക്കമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഭരണഘടന മാറ്റും, ഞങ്ങൾക്ക് 400 കൂടുതൽ സീറ്റ് കിട്ടും
എന്ന് കേന്ദ്രമന്ത്രിമാർ വരെ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. റഷ്യയുടെയും ചൈനയുടെയും ജനാധിപത്യമായിരിക്കും ഒരുപക്ഷെ ഇനി ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. നരേന്ദ്രമോദി ഒരു പുട്ടിനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ പോലും കൊലപ്പെടുത്തിയ സംഭവം നമ്മൾ പത്രങ്ങളിൽ വായിച്ചതാണ്. അപ്പോൾ പരിപൂർണമായി എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഏകാധിപത്യം നടപ്പാക്കാനുള്ള നീക്കത്തിനെതിരെ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നാണ് കോൺഗ്രസ്സിന് പറയാനുള്ളത്. ഇന്ന് ഇന്ത്യയിലുടനീളം BJPയും കേന്ദ്ര ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങൾ മുന്നോട്ട് വരണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൂടെ അതിന് മറുപടി നൽകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളായ ജനങ്ങൾ ഈ കേജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരായും കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് പ്രവർത്തനം നിശ്ചലമാക്കിയതിനുമെതിരായി പ്രതിഷേധിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് പൗരത്വ നിയമ ഭേദഗതി വീണ്ടും അത് തെരുവിലേക്ക് എത്തിക്കാനുള്ള CPMൻ്റെ നീക്കം മതന്യൂനപക്ഷങ്ങളോടോ മതനിരപേക്ഷതയോടോ ഉള്ള താല്പര്യം കൊണ്ടല്ല, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനുള്ള തന്ത്രം മാത്രമാണ്. മതന്യൂനപക്ഷങ്ങളോട് അവരുടെ ആവശ്യങ്ങളോട് ഒരു താല്പര്യവും പ്രകടിപ്പിക്കാത്ത ഗവൺമെൻറ്റാണിത്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി സമരം ചെയ്ത ആയിരക്കണക്കിന് ആളുകളുടെ പേര് കേസെടുത്തതാണ്. 4 വർഷം ഈ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പിൻവലിക്കാതെ കോടതി വരാന്തകൾ കയറി ഇറങ്ങി നടന്ന ആ ചെറുപ്പക്കാരെ ഞാൻ ഓർക്കുകയാണ്. പ്രവീൺ ഉൾപ്പെടെ, സിദ്ദിഖ് ഉൾപ്പെടെ ഇവരെല്ലാം ജയിലിൽ കിടന്ന ആളുകളാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി കോഴിക്കോട് നടന്ന പ്രക്ഷോഭത്തിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. കേസ് പിൻവലിച്ചിട്ടില്ല. 100 കണക്കിന് കേസുകൾ പിൻവലിക്കാനുണ്ട്. ആ കേസുകളൊന്നും പിൻവലിക്കില്ല. ഇപ്പോൾ അവസാനം തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കുറച്ച് കേസുകൾ പിൻവലിച്ചത്. ഇതുപോലെ തന്നെ വിഴിഞ്ഞം സമരത്തിൽ പങ്കെടുത്ത, വിഴിഞ്ഞ ഹാർബറിനെതിരായി സമരത്തിൽ പങ്കെടുത്ത അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്തു. തെരഞ്ഞെടുപ്പാകുമ്പോൾ പിൻവലിക്കുന്നു. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായിട്ടാണെങ്കിലും വിഴിഞ്ഞ ഹാർബറിൻ്റെ കാര്യത്തിൽ സമരം ചെയ്തവർക്കെതിരായിട്ടാണെങ്കിലും ഗവൺമെൻറ് ചുമത്തിയ കേസുകളൊന്നും പിൻവലിക്കാതെ ജനങ്ങളെ തെരഞ്ഞെടുപ്പാകുമ്പോൾ അവരെ പ്രീണിപ്പിക്കാൻ അത് ചെയ്യുന്നത് നടപടി എല്ലാവർക്കും ബോധ്യമാകും. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഗവൺമെൻറ് കോടതിയിൽ പോകുമെന്ന് ഇവർ ആരോടാണ് പറയുന്നത്? ഗവൺമെൻറ് അതിൻ്റെ അധികാരം പോകാൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്രം പാസ്സാക്കുന്ന ഒരു നിയമത്തിനെതിരെ സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ നിയമപരമായി എങ്ങനെ കഴിയും? ആരാണ് ഇവർക്ക് ഈ നിയമോപദേശം കൊടുത്തത്? ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ കഴിയുമോ? പിണറായി വിജയൻ വേണേ പോകാം. ഇപ്പം ഞാൻ പോയിട്ടുണ്ട്. 2019 ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ ഈ നിയമ ഭേദഗതിക്കെതിരെ കോടതിയിൽ കേസ് കൊടുത്തയാളാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും അവർ കോടതിയിൽ പോയതാണ്. വ്യക്തികൾക്ക് പോകാം, പിണറായി വിജയൻ വേണേ പോകാം. പക്ഷേ കേരള ഗവൺമെൻറ്റിന് പോകാൻ കഴിയില്ല. ഇപ്പം സംസ്ഥാന നിയമസഭ ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കുമ്പോൾ ജില്ലാ കളക്ടർക്ക് അതിനെ എതിർക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല.